നമസ്കാരം. ഗുഡ് ഈവനിങ് ടു എവരി വൺ. നമ്മൾ ടൈപ്പിംഗ് ഓൾറെഡി തുടങ്ങി കഴിച്ചിരിക്കുന്നു. ഞാനാണ് ലേറ്റ് ആയത്. നിങ്ങൾ ക്യാപ്സൂൾ ആദ്യം തന്നെ കഴിച്ചിരിക്കുന്നു. എങ്കിലും പറയാം, ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എപ്പോഴും എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. സമ്പത്ത്, സമൃദ്ധി, ആരോഗ്യം, ഐശ്വര്യം, ആത്മീയത എല്ലാം ആവശ്യമാണ് അല്ലെ? നമുക്ക് മരുന്നുകൾ കഴിച്ച് അസുഖം മാറ്റുന്നതിനേക്കാളും നല്ലത് മരുന്നുകൾ കഴിക്കാതെയുള്ള ആരോഗ്യമാണ് നമുക്ക് ആവശ്യമെന്ന് ജസ്റ്റ് ഞാൻ ക്യാപ്സൂളിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏറെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആക്ച്വലി ഇന്നത്തെ ദിവസം നമ്മൾ സൺഡേ നമ്മൾ ശരിക്കും ഇതാണ് ചെയ്യേണ്ടത്. നമ്മുടെ യൂട്യൂബ് ലൈവാണ് ചെയ്യേണ്ടത്. ലൈവ് ചെയ്തില്ലെന്ന് മറന്നുപോയി. നെക്സ്റ്റ് വീക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ആൾക്കാർ 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ 7 ചക്രാസ് ഇന്നത്തോടുകൂടി ആദ്യത്തെ ഒരു ബാച്ച് ഇന്നത്തെ തീയതിയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു ഇത്ര പെട്ടെന്ന് തീർന്നോന്നായിരുന്നു ആണ് ഇപ്പോഴത്തെ ചിന്ത. അത്രയും നന്നായി തന്നെ എല്ലാവരും അതിന് പങ്കെടുത്തു. ഇത്രയും ആൾക്കാർ നന്നായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി എന്ന് കരുതുന്നു. അത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ളവര് പുതിയ ബാച്ച് ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതേ ബാച്ച് തന്നെ കണ്ടിന്യൂ. ഇന്നിപ്പോ അവർ തീരുമാനിക്കും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെ പുതിയ തുടങ്ങണം എന്നൊക്കെ നമുക്ക് ഇന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ ഉടനെ തന്നെ 2020 മെഡിറ്റേഷന്റെ ബാച്ച് വിത്തിൻ 2 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ റിസൾട്ട് ഉണ്ടാക്കിയ ഒന്നാമത്തെ പ്രോഗ്രാംസ് 2020 പിന്നെ ഈ ചക്രയാണ്. പിന്നെ അതുപോലെ നമ്മളിവിടെ തരുന്ന ടെക്നിക്കുകൾ. അപ്പോ അതിനെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവുക. ആത്മാർത്ഥമായി നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി തൃശ്ശൂർ പ്രോഗ്രാം ഒന്നുകൂടി പറഞ്ഞു പോകാം. ഇന്ന് കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ഏറ്റവും അവിസ്മരണീയമാക്കാനുള്ള പരിപാടികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു, സാറ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നാൽ മതി. ഇത്രയും ആൾക്കാരെ റെഡിയാക്കി വരുന്ന എല്ലാ ഭയങ്കര കിടിലമായ പരിപാടികളും കിടിലമായിട്ടുള്ള ഒരു ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡിയാക്കിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളും ഞാനും തയ്യാറായിക്കൊണ്ട് പോവുകയാണ് എന്ന് മാത്രമാണ്. ഞാനും തയ്യാറാണ്. കാരണം എന്റെയും ജീവിതത്തിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ ആയിരിക്കും ഇത് എന്ന് ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും തയ്യാറാക്കുക. ആത്മാർത്ഥമായി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷൻ പവർ, ഇപ്പൊ കോർ കമ്മിറ്റി പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ മാനിഫെസ്റ്റേഷൻ പവർ ഇതാ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഓരോ ആളും അവിടെ വരുന്നതിനെ പറ്റി മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ കാണാം, നമുക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ മാറ്റപ്പെടുത്താൻ പറ്റും. അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇന്ന് നൽകുന്നത്. അതിനെ പറ്റിയല്ല എന്നുവെച്ചാൽ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് ഞാൻ ക്ലാസ് നടത്തുന്നത്. 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. നമ്മള് അന്ന് 1-2 പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതുവരെ ചിലപ്പോൾ മലയാളത്തിൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ടെക്നിക്കായിരിക്കും അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുന്നതെന്ന് ഓർമ്മിക്കും. അതൊരു മാജിക് ടെക്നിക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾക്കൊരു സാധനം കിട്ടുവന്ന് അവിടുന്ന്. ആ സാധനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. നിങ്ങളല്ലേ മോതിരം കയ്യിലിട്ടപ്പോ കുറെ ആൾക്ക് കാശ് വന്നു. തൂവാലിട്ട് ഇന്ന് ഒരാൾ പറഞ്ഞു, സാറ് 2 ടെക്നിക്ക് എന്നെ വല്ലാണ്ട് എന്നെ മാറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. ഒന്നുമില്ല, സാറിന്റെ എങ്ങനെയാണ് ഈ ടവലിൽ ഇത്രയും എഫക്റ്റീവ് ആകുന്നത് മനസ്സിലായി. ടവൽ ടെക്നിക്ക് ഭയങ്കര എഫക്റ്റീവ് ആകുന്നത്. രണ്ടാമത്തെ മോതിരം, ഇത് രണ്ടും ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, അഡ്മിന്മാരുടെ ശ്രദ്ധയ്ക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അല്ലെ അനൗൺസ് ചെയ്തോന്ന് അടുത്ത 5-ാമത്തെ ബാച്ച് ഇല്ലെങ്കിൽ അനൗൺസ് ചെയ്തോളൂ എത്രയും പെട്ടെന്ന്. ലോ ഓഫ് അട്രാക്ഷൻ ഇപ്രാവശ്യം മറ്റ് ചില ടെക്നിക്കുകൾ കൂടി പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പില്ലോ ടെക്നിക്കെല്ലാം അത്ര കണ്ട് ആരും ചെയ്തില്ല. ഇപ്രാവശ്യം ചെയ്യുന്നത് ഒരാഴ്ചക്ക് ഒരു ടെക്നിക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം കുറച്ച് ലെങ്ത് ആവും. കാരണം ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് എടുത്തിട്ട് വന്നാൽ അടുത്ത ടെക്നിക്ക് തരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ആ ക്ലാസ്സും കൂടി അനൗൺസ് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. മാറ്റം ഉണ്ടാവണമെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ബോധപൂർവമായുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറാവാത്തിടത്തോളം കാലം മാറ്റം ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് ബോധപൂർവമുള്ള പ്രവർത്തനം ചെയ്യണം. ഞാൻ എന്തു ചെയ്യുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നതാണ് എന്റെ വിജയം. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിൽ മുമ്പിൽ അങ്ങോട്ട് പിന്നെ മാറ്റം തന്നെയാണ്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. പലരും അതിൽ ഫെയിൽ ആവുന്നോണ്ട് പറയാണ്, എന്ത് ചെയ്യുന്നു എന്നൊന്ന് ആലോചിച്ച് ചെയ്താൽ മതി. നിങ്ങൾ 100 കാര്യം ചെയ്യുന്നതിന് പകരം ബോധപൂർവം 10 കാര്യം ചെയ്താൽ മതി, റിസൾട്ട് കിട്ടും. ഇത് മാത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബാക്കി എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ പറയാം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 2-3 കാര്യം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന സകല കലാ വിഷയങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അൺമ്യൂട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതൊന്നും ജസ്റ്റ് ആരെ കൊണ്ടും പറ്റും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറ്റാത്തവർ ആരും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ടാബ്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോളൂ പെട്ടെന്ന്. കമാൺ കമാൺ, ആദ്യത്തെ ടാബ്ലറ്റ്സ് കഴിക്കാം. എന്നിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. പത്മിനി അമ്മ അവനും ഒരു ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് ഹാപ്പി ജേണി എന്ന് പറഞ്ഞാൽ മതി മോനോട്. ഹായ്, നേരത്തെ സംസാരിച്ചത് കേട്ടാ, കാണുന്നു, കണ്ടു. ഇങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഹാപ്പി ആൻഡ് റെഡി എന്നുള്ള ഒരു ടാബ്ലറ്റ്സ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് തുടങ്ങുക കേട്ടോ. നീ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പറയാണ്, ഹാപ്പി ആൻഡ് റെഡി എന്നുള്ള ടാബ്ലറ്റ്സ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുക. ഇതിന്റെ റിസൾട്ട് ഗുണം എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ കുറെ ദിവസം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും ഇത് ഇങ്ങനെ പറയുമ്പോഴുള്ള ഗുണം എന്താണ് സംഭവിക്കാന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തയ്യാറായിക്കൊള്ളുക. ക്ലാസ്സിലേക്ക് കടക്കാൻ നമുക്ക്. ഇന്ന് നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റാണ് അഡ്മിൻ തന്നത് എന്നത് ഞാൻ നോക്കുന്നില്ല. ഞാൻ ആ സബ്ജക്റ്റിന് മുകളിൽ ക്ലാസ് എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് മാറിപ്പോയതാണ് നിങ്ങൾക്ക് തന്നത്. നമ്മുടെ ബിസിനസ് ക്ലാസ്സിലേക്ക് കൊടുക്കേണ്ട ഒരു പോസ്റ്റിനെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ഒരു ബിസിനസ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലേക്ക് കൊടുക്കേണ്ട പോസ്റ്റ് ആയി ഇപ്പോൾ ഇവിടെ ഇട്ടത്. പിന്നെ ഇട്ടത് കൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് മാറ്റം വന്ന് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസിന്റെ പേരാണ് എല്ലാം ശരിയാകും. എല്ലാം ശരിയാകും. സമയമെടുത്ത് എന്തിനെ പരിശീലിപ്പിച്ചാൽ ഞാനവിടെ ഫില്ല് ചെയ്യുന്നില്ല. എല്ലാം ശരിയാകും. സമയമെടുത്ത് ഡാഷിനെ പരിശീലിപ്പിച്ചാൽ, ബാക്കി നിങ്ങൾ പറയട്ടെ. എല്ലാം ശരിയാകും. സമയമെടുത്ത് ഡാഷിനെ പരിശീലിപ്പിച്ചാൽ. യെസ് യെസ് യഥാ. ഇവിടെ വന്നു വീണ്ടും. ഇത് എന്റെ കുട്ടികൾ എന്നെക്കാളും മിടുക്കന്മാരാണ്. ഞാൻ ഇവിടെ മനസ്സിൽ കാണും, അവരിവിടെ മാനത്ത് കാണും. എന്നിട്ട് ഞാൻ എന്ത് ക്ലാസ് എടുക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതിനെയാണ് പരിശീലിപ്പിക്കേണ്ടത് അല്ലെ? ഇതാണ് ടൈപ്പിംഗ്, ടൈപ്പ്. യെസ് യെസ്. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് എന്ത് ടൈപ്പ് ചെയ്യും അല്ലെ? നിങ്ങൾ ഇവിടെ ഒരാൾ ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ബാക്കിൽ ടൈപ്പ് ചെയ്യും. യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. കാരണം എത്രത്തോളം നിങ്ങളുടെ അകത്ത് നിന്ന് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നു അത്രത്തോളമേ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്യണം. നാളെ ഞാൻ ഓരോ ആളെയും നാളെ യൂട്യൂബ് വീഡിയോ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും ഞാൻ ഇപ്പൊ 200 സംതിങ് ആൾക്കാരെയും ഞാൻ വീക്ഷിക്കും. അതുപോലെ തന്നെ നാളെ ഞാൻ യൂട്യൂബിൽ എത്ര ആൾക്കാര് ഇത് ടൈപ്പ് ചെയ്തൊന്ന് നോക്കും. കാരണം ഇത് മനസ്സിലാക്കാത്തവൻ ഈ ക്ലാസ്സിൽ കയറി എന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ എന്നെ കാണാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നെ കണ്ടുകൊണ്ട് കാര്യമില്ല, എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്നെ കാണുന്നതിന് പകരം ഹരിയെ കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ സമയം കണ്ട് പല ദൈവത്തിന്റെ ഫോട്ടോ കൊടുത്ത് നോക്കിക്കോട്ടെ. എന്നെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന്, എവിടെയാണ് മാറ്റം ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ, ഈ സാറിനെ കൊണ്ട് തോറ്റ് എന്തൊക്കെ ഈ പറയണല്ലേ. എന്നെ കാണാം ഒരു സുഖം വേണ്ട എനിക്ക് ഈ പറയുന്നത്. നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ വേണ്ട. നിങ്ങൾ എന്താ കൺമ്യൂട്ട് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യില്ല. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ ആരും കൺമ്യൂട്ട് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. സാറ് സുന്ദരനാണ്, സുഖനാണ്, ഇതൊന്നും നിങ്ങൾ പറയാറില്ലല്ലോ. ഇത് പറയുമ്പോൾ എനിക്കൊരു മോട്ടിവേറ്റ്. അപ്പൊ ഞാൻ തന്നെ പറയണം പിന്നെ ചെയ്യാം, വേറെ വഴിയുണ്ട്. ഇത് നിങ്ങൾക്കുള്ള വരികയാണെങ്കിൽ നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. അപ്പൊ ഭയങ്കര രസമായിരിക്കും സാധനം. ഓക്കെ, രസം. അപ്പോ നമുക്ക് കാര്യത്തിൽ കിടക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ യെസ്, ദ ആൻസർ ഇസ് കം. പുതിയൊരാളാന്ന് തോന്നുന്നു. വെരി ഗുഡ്. സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് എ പവർ. കറക്റ്റ്. അപ്പോ നമുക്ക് എന്തും സാധ്യമാണെന്ന്. മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു സംഭവം ഈ ലോകത്തില, ഈ പ്രപഞ്ചത്തിലില്ല. അത് ഓരോ ആളിൽ വ്യത്യസ്തരാണെങ്കിലും മനുഷ്യന് സാധ്യമായത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. എല്ലാം സാധ്യമാണ്. ബട്ട് മനുഷ്യന്റെ എന്തിലാണ് ഇത് സാധ്യമാകുന്നത്? മനുഷ്യന്റെ മനസ്സിലാണ്, അല്ലെങ്കിൽ ബ്രെയിനിലാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. മൈൻഡിൽ നമ്മൾ തൽക്കാലം ബ്രെയിൻ തന്നെ എടുക്കാം. ബ്രെയിനിന് അപ്പുറത്ത് മൈൻഡ് ഉണ്ടോ വെച്ചാൽ അതൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് പോകുന്നു. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്നു, ഞാൻ പറഞ്ഞു വരുന്ന ഇന്നത്തെ കോൺസെപ്റ്റ്, ബ്രെയിനിനെ സമയമെടുത്ത് പരിശീലിപ്പിച്ചാൽ നമുക്കെല്ലാം സാധ്യമാകും. നമുക്ക് ബ്രെയിനിനെ സമയമെടുത്ത് പരിശീലിപ്പിക്കാൻ അറിയാത്തത് മാത്രമാണ് നമ്മുടെ എല്ലാ വിഷയവും. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു വിഷയമില്ല. ബ്രെയിനിനെ നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയാൽ, ബ്രെയിൻ മൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ
എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ബ്രെയിൻ ആണ് എന്ന് മാത്രമാണ് ഇതുവരെ കണ്ടുപിടിച്ച ശാസ്ത്രം. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും, അല്ലെ, ഇന്നലെ നമ്മൾ മുഴുവൻ സംസാരിച്ച മാനസിക സംഘർഷത്തെ പറ്റിയാണ്. മാനസിക സംഘർഷങ്ങളും പലപ്പോഴും താൽക്കാലികമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും പെർമനന്റ് അല്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ അതിൽ കുടുങ്ങി നിൽക്കുന്നു എന്നതല്ലേ ഏറ്റവും പ്രധാനമായിട്ടും. നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ എല്ലാം ശരിയാകും എന്ന് സമയമെടുത്ത് മനസ്സിനെ ക്രമപ്പെടുത്തി, ഒന്നുകൂടി പറയാം, സമയമെടുത്ത് മനസ്സിനെ ക്രമപ്പെടുത്തി പരിശീലിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിന്റെ ശക്തിയിലൂടെ നമ്മൾ ചെറുതും വലുതുമായി എല്ലാ കാര്യങ്ങളും നേടിയിട്ടുണ്ട്. അങ്ങനെ വരികിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തിക്താനുഭവങ്ങളും മുക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ മാത്രം സൃഷ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ മാത്രം ഉപോൽപ്പന്നമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെല്ലാം നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ലേ? അപ്പോൾ പറയും എങ്ങനെ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തതല്ലേ? ആർ യു എഗ്രി വിത്ത് ദാറ്റ്? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എഗ്രിയാണ്? നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയില്ലാത്തതല്ലേ? ആണെങ്കിൽ എസ് പറയൂ, അല്ലെങ്കിൽ നോ എങ്കിൽ നോ എന്ന് പറയും. നമുക്കത് എൻഗേജ് ചെയ്ത് തന്നെ പോവാം. ഇതൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടി നോ, ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരു ശ്രദ്ധയ്ക്കാണ്, നിങ്ങൾ എല്ലാവരും അഫർമേഷൻസും എസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയാണ്, നിങ്ങൾ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കാര്യത്തെ എത്ര കൊണ്ട് ഉൾക്കൊണ്ടു എന്നതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരുമ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് എനിക്ക് അറിയേണ്ടത്. എങ്കിൽ മാത്രമേ ആ കമന്റിന് വാല്യൂ ഉള്ളൂ. നിങ്ങൾ എസ്സും നോ ഒക്കെ അവിടെ അടിക്കും, സന്തോഷമാണ്, അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യം, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ മനസ്സിനെ മനസ്സിനെ ക്രമപ്പെടുത്തി മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ താഴെ കമന്റായിട്ട് എഴുതണം. സമയമെടുത്ത് ചെയ്തോളൂ കേട്ടോ, കാരണം ഇത് പ്രത്യേകമാണ് പറഞ്ഞത്. സമയമെടുത്ത് പരിശീലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നതുകൊണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നാളെ കമന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. സമയമെടുത്ത് മനസ്സിനെ ക്രമപ്പെടുത്തി പരിശീലിപ്പിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും. ഇത് നിങ്ങൾ സ്റ്റാമ്പായിട്ട് ചേർക്കണം ജീവിതത്തിലേക്ക്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലർക്കും അത് മനസ്സിലാവില്ല. ഇപ്പോ ഇവിടെ എസ് ടൈപ്പ് ചെയ്ത് ഒരു 50% ആൾക്കാർ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 50% ആൾക്കാർ ഇത് എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ അറിയോ, അവർക്ക് ഇത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം എന്നത് എന്തായിരിക്കും? നമ്മൾ എന്താണ് മനസ്സിലെ ഉണ്ടാവുന്ന സകല കാര്യങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു സാധനമാണ്. അതിന്റെ പേരെന്താണ്? ചിന്തകൾ എന്ന് പറയുന്നത്, അല്ലെ? ചിന്തകളാണ്, അല്ലെ? നമ്മുടെ ജേണി ടു ഹാപ്പിനെസ്സിൽ പറയുന്നു, നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. ഇത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഭാവി നല്ലതാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ എല്ലാവർക്കും തർക്കമുള്ളത് ഞാൻ ചിന്തിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതും, അല്ലെങ്കിൽ ഞാൻ അറിയാതെ നെഗറ്റീവ് ചിന്തിച്ചു പോകുന്നതും അല്ലേ വിഷയമുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അതുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ മനസ്സിൽ ഞാൻ ഇതിനെ മറികടക്കും എന്നുള്ള ആത്മവിശ്വാസം നിലനിർത്താൻ സാധിക്കുക എന്നതാണ് മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒന്നാമത്തെ ഘടകം. മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇതിനെയൊക്കെ മറികടക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്
നമ്മളിൽ ഉണ്ടാക്കണം. ഇത് ഒരു സ്കൂളിലും പഠിപ്പിച്ചില്ല, ഒരു അച്ഛനമ്മമാരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു അതിന്റെ റിസൾട്ട് എന്താ നമുക്ക് അറിയുകയില്ല. ഞാൻ ഇപ്പോഴൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അല്ലെ പല ക്ലാസ്സിലും പങ്കെടുത്തപ്പോൾ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ ഇതിനെ മറികടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വേണമെന്ന് മനസ്സിലായി. ഇതിൽ എത്ര പേര് ഇത് നിങ്ങളുടെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്? എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്? ഇവിടെ കുറച്ച് പാരന്റ്സ് ഉണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നവര്. എത്ര പേര് അവർ കുട്ടികളോട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരും മക്കളെ, അതുകൊണ്ട് നിങ്ങൾ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പാരന്റ്സും, അല്ലെങ്കിൽ എല്ലാത്തിനും ഏത് വിഷയങ്ങളിലേക്കും മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇത് വളരെ പ്രധാനമാണ്. ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. യെസ്, പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് അതിജീവനമാണ്. അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ എപ്പോഴും ഉള്ളത്. എന്താണ് അതിജീവനം എന്ന് പറഞ്ഞാൽ? ഈ ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ നമ്മൾ സദാ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിജീവനം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ചോദ്യം ഒന്നുകൂടി പറയാം. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിൽ, അതിന്റെ അടുത്ത തലത്തിലേക്ക് പോവാനാണ് സദാ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. അങ്ങനെ വെമ്പൽ കൊണ്ടിട്ട് നമുക്ക് അടുത്ത തലത്തിൽ പോകണമെങ്കിൽ നമ്മൾ എന്തറിയണം? ആദ്യം എന്ത് മനസ്സിലാക്കണം? നാം ഇപ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കണം, ഇപ്പോഴുള്ള അവസ്ഥയെ ആസ്വദിക്കണം, ഇപ്പോഴുള്ള അവസ്ഥയെ നമ്മൾ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുന്നത് എന്നൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ തുടക്കം കുറിക്കാം. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ വിഷയമുണ്ട്. ഇതുമായിട്ട് ഉദാഹരണം പറഞ്ഞു പോകാം. നടപ്പുള്ള കാര്യമാണോ പൊന്നു സാറേ ഈ പറയുന്നത് എന്ന് ചോദിച്ച രാജേഷ് ഒറ്റ ഉത്തരവേ ഉള്ളൂ: നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായിത്തീരും. അതേ ഉത്തരം തന്നെയാണ് പറയാനുള്ളത്. നടപ്പില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നടപ്പില്ല, എനിക്കതിൽ യാതൊരു തർക്കമില്ല. ഒരു ഡിബേറ്റും അതിനകത്തില്ല. ഉണ്ടോ ഇവിടുത്തെ ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ രാജേഷ് ടൈപ്പ് ചെയ്ത് ഒരു കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിബേറ്റ്സ് ഉണ്ടോ? നടപ്പുള്ള ഉള്ള കാര്യമാണോ പൊന്നു സാറേ ഈ പറയുന്നതെല്ലാം എന്നതിന് ഒരിക്കലും നടക്കില്ല രാജേഷേ. ഒരു കാരണവശാലും നടക്കില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് സംഭവിക്കും. നിങ്ങൾക്ക് നടപ്പില്ലെങ്കിൽ അത് നടപ്പില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് 100% നടപ്പുള്ള കാര്യമാണ്. അതിൽ എനിക്ക് തർക്കമില്ല. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. ഓക്കെ. വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് വേണോ നടക്കും, വേണ്ടേ നടക്കില്ല. രണ്ടും ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. എല്ലാ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഇതാണ്, ഒരു വിഷയമില്ല. അപ്പോ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ കുട്ടികളോട് ചെയ്യുന്നതാണ്. ഒരു പരീക്ഷയിൽ തോറ്റാൽ ആ കുട്ടിയെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ പരീക്ഷ തോറ്റിട്ടുണ്ട് കേട്ടോ, അതിലൊന്നും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊരു കുട്ടി പരീക്ഷയെ തോറ്റാൽ നമ്മൾ എന്താ ചെയ്യാ? പിന്നെ ഒരു പരീക്ഷയിൽ 2 മാർക്ക് കുറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു സാധനം എടുക്കും, വലിയൊരു ഷീറ്റ് അവൻ വരുമ്പോ, ജനിച്ച നാൾ മുതൽ ഇതുവരെയുള്ളത് ഇതിന് അപ്പുറമുള്ള കാര്യം അങ്ങ് ടകടകടകടകടാന്ന് പറഞ്ഞു കൊടുക്കും. അവൻ ആകെ 2 മാർക്കേ കുറഞ്ഞിട്ടില്ലേ, പക്ഷെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പറഞ്ഞു പോകും അല്ലേ? അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്? കേൾക്കുന്നവന്റെ മനസ്സ് എങ്ങോട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്? ഇത് ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നവർക്ക് മനസ്സിലാവില്ല, സ്ഥിരമായിട്ട് പറയുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഏത് ആണോ പറയുന്നത് അതാണ് നമ്മൾക്ക് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ കുട്ടിയെ വഴക്ക് പറയുകയാണ്, കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെങ്കിൽ അവൻ ആ പിഴവിനെ എന്തായി കാണും? അവൻ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പെടുകയും പിന്നെ എപ്പോഴെങ്കിലും 2 മാർക്ക് കൊടുക്കുമ്പോൾ ജീവിതം തീർന്നു എന്ന് തോന്നുകയും ചെയ്യും. ഇതൊരിക്കലും ഗുണകരമായി മാറില്ല. ഇത് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിൽ വരുന്ന ഏറ്റവും വലിയ പിഴവാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം, നമുക്ക് സമയത്തിന്റെ, അതെ, നമ്മൾ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ മൈൻഡിന് ടൈമും കൂടി ആവശ്യമാണ് എന്ന് പറയാം. അത് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന, നമുക്ക് മാറ്റങ്ങൾ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ മനസ്സിനെ പൂർണ്ണമായും പുതിയൊരു രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സമയമെടുക്കും എന്ന് അംഗീകരിക്കുന്നവർ വളരെ കുറവാണ്. നമ്മുടെ കയ്യിലുള്ള നമ്മൾ സ്ഥാപിതമാക്കിയ കാര്യങ്ങളെ
എടുത്തു കളയാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് മനസ്സിനെ മാറ്റണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റാൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലാക്കി എടുക്കാൻ ഒരു സുപ്രഭാതത്തിൽ പറ്റില്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറഞ്ഞത്, സാറേ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ കുറേ കാലമായി, ഒരു മാറ്റവും ഇല്ല. എത്രയായി? ഒരാഴ്ചയായി സാറേ ചെയ്യുന്നു, ഒരു മാറ്റം എനിക്ക് വന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്നും മറ്റൊരാളെ മെസ്സേജ് അയച്ച് പറഞ്ഞാണ്, സാറേ ഞാൻ അഫർമേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരു മാറ്റവും വന്നില്ലെന്ന്. എത്ര ദിവസം ചെയ്യുന്നു? കഴിഞ്ഞ 2 ആഴ്ചയായി ചെയ്യുന്നു സാറേ, ഒരു മാറ്റമില്ല. എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ എഴുതുന്നു, സാറ് പറയുന്ന പോലെ എഴുതുന്നുണ്ട്, എല്ലാം ഉണ്ട്. മാറ്റം ഉണ്ടാവുമോ? എഴുതിയത് കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇത് നമ്മുടെ ആന്തരിക തലത്തിൽ എപ്പോൾ ഉൾക്കൊണ്ടു, വികാരത്തോട് എത്രത്തോണ്ട് ഉൾക്കൊണ്ടു, അവർക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. പെരിഫറൽ ചേഞ്ചിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ താങ്ക് യു നിഖില. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് വേണ്ട ഒരു സാധനത്തിന് പേര് എഴുതിയേ. സമയമെടുത്ത് നമ്മൾ മനസ്സിനെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സാധനം വേണം. അതൊന്ന് ടൈപ്പ് ചെയ്തേ. അത് എത്ര പേർക്ക് ഉണ്ടോ നോക്കട്ടെ, എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. യെസ്, മുഴുനീള ക്വസ്റ്റ്യൻ അല്ലേ? വിശ്വാസമല്ല, വിശ്വാസം അതിനല്ല വേറെ. വിശ്വാസമല്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുള്ളവർക്ക് മാത്രമേ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ക്ഷമ. ക്ഷമ എത്രത്തോളം ഉണ്ട് അത്രത്തോളമേ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ക്ഷമയോടെ നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നവർക്ക് മനസ്സിലാവും അതിന്റെ മാറ്റം എത്ര വന്നു. പേഷ്യൻസ്. ഇത് വളരെ ശ്രദ്ധാപൂർവം ഈവൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായാലോ അല്ലെങ്കിൽ അഫർമേഷൻ എഴുതുമ്പോഴായാലോ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴായാലോ ക്ഷമാപൂർവം ഇവിടെ നിന്ന് ക്ലാസ് കേൾക്കുന്നവർക്ക് മാത്രമേ മാറ്റുള്ളൂ. ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഉണ്ടാവുക. ക്ഷമയില്ലെങ്കിൽ പിന്നെ അതിൽ ഒന്നുമില്ല. അപ്പോ നമുക്ക് ഒരു പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യം പറയാം. വളരെ കൃത്യമായിട്ടുള്ള ന്യൂറോ സയൻസ് പഠനത്തിൽ പറയുന്നത്, മനസ്സിലെ ഒരു ന്യൂറോൺസിന്റെ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്ത് പുതിയ ഒന്ന് അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ തുടർച്ചയായി 21 ദിവസത്തെ പരിശീലനം വേണം. 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ പതിക്കും എന്നുള്ളതാണ് കണക്ക്. അതിനു മുമ്പ് എന്നും പതിക്കില്ല. പിന്നെ 21, അതായത് 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. ആ ഹാബിറ്റ് നിങ്ങൾ കണ്ടിന്യൂ ആയി പോവുകയാണ് 108 ദിവസം 90 ദിവസം വരെ കണ്ടിന്യൂസ് ആയി അതേ എഫേർട്ട് കണ്ടിന്യൂസ് ആയി പോകുമ്പോൾ, അതായത് 21 തൊട്ട് 90 ദിവസം വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാകുകയും അത് ഹാബിറ്റായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ, ആദ്യം നിങ്ങളുടെ ഹാബിറ്റായി മാറും. ആ ഹാബിറ്റായ കാര്യത്തെ വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാരക്ടറായി മാറും, ശീലമായി മാറുകയും അത് നമ്മുടെ വ്യക്തിത്വമാകുകയും ചെയ്യും. ഈ വ്യക്തിത്വമാകുന്നിടത്ത് മാത്രമാണ് വിജയം സംഭവിക്കുക. നമുക്ക് ഏതൊരു കാര്യത്തിന്റെയും വ്യക്തിത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാറ്റപ്പെടുത്തണമെങ്കിൽ ക്ഷമയോടുകൂടി 21 മുതൽ 90 ദിവസം വരെ പ്രാക്ടീസ് ചെയ്താൽ മതി. അത് അഫർമേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പുകവലി ശീലം മാറ്റുന്നതിനോ കള്ളു കുടിക്കുന്ന മാറ്റണം നോക്കി എന്തും ആയിക്കോട്ടെ, ഈ കാലയളവിൽ നിങ്ങൾ ഒരു ക്ഷമയോടെ കാത്തിരുന്നാൽ യു ക്യാൻ ഡു ഇറ്റ്. ഇത് ഞാൻ പറയുന്നതല്ല, റിസർച്ചുകൾ പറയുന്നതാണ്, സയന്റിഫിക് പഠനങ്ങൾ പറയുന്ന കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒന്നിനോട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ക്ഷമയോടുകൂടി അതിനോട് പാകപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയും വലിയ വലിയ വിജയങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു എന്ന് പറയും. മൂന്നാമത്തെ കാര്യം, അനുഭൂതികളും വികാരങ്ങളും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അനുഭൂതികളും വികാരങ്ങളും എപ്പോഴാണോ നമുക്ക് നമ്മുടെ കൺട്രോളിലാവാൻ സാധിക്കുന്നത്, അപ്പോൾ മുതൽ നമുക്ക് നമ്മളെ മനസ്സിലാവാൻ സാധിക്കും. ആളുകൾക്ക് നേരെ വരുന്ന സംഭവങ്ങൾ അവരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കണം. നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ പ്രതികരണങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആര് എവിടെയോട് എപ്പോൾ എങ്ങനെ ദേഷ്യപ്പെടണം, എങ്ങനെ സന്തോഷപ്പെടണം, എങ്ങനെ കരയണം, എവിടെ കരയണം എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയേണ്ടടുത്ത് മാത്രമേ കരയുള്ളൂ. ഇത് എല്ലായിടത്തും പോയി കരയില്ല. ഇപ്പൊ കരയാൻ പറഞ്ഞാൽ ഇവിടെ 90% ആൾക്കാർ ഇപ്പൊ കരയാൻ റെഡി ആയിരിക്കും. കാരണമൊന്നും വേണ്ട.
വെറുതെ കരയണം. അത് നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100 കാരണം വേണം. ല്ലേ? ഒരു ശോകമായ സോങ്സ് ഇപ്പൊ ഇവിടെ വെച്ചാൽ എല്ലാവരും അതിൽ ലയിച്ചങ്ങ് ഇതാക്കും. ഒരു സന്തോഷകരമായ ഒരു സ്തുതിയോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ പകുതി ആൾക്കാരും അത് ശ്രദ്ധിക്കുകയോ മനസ്സിലാവുകയോ ചെയ്യില്ല. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്. ബ്രെയിനിന്റെ ഒരു സിസ്റ്റം അതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു അനുഭൂതിയാണോ അനുഭവിക്കുന്നത് അത് വളരെ ശ്രദ്ധാപൂർവം അതിനെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ അതിനോട് വളരെ കൃത്യമായ ഇടപെടലോട് ചെയ്യാം. ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോയവരെല്ലാവരും കരയും. സിസ്റ്റാണല്ലേ? പോയവരെല്ലാവരും കരഞ്ഞിരിക്കണം. ഈ മരിച്ച ആളും പോയ ആളും തമ്മിൽ എവിടെയോ കണ്ട പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കരച്ചിലിന്റെ സമയമാകുമ്പോ നമ്മളും കരയും, വീട്ടുകാരും കരയും. ഈ മരിച്ച വീട്ടിലെ ഏറ്റവും വലിയ അവസ്ഥയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ഏറ്റവും കഷ്ടം ആരുടെയെന്നറിയോ? മരിച്ച ആളുടെ അല്ല അവിടെ കഷ്ടം. ഈ ബന്ധുക്കളുടെയാണ്, അല്ലെങ്കിൽ അടുത്ത ആൾക്കാരെയാണ്. ഓരോ ആൾക്കാർ വരുമ്പോഴും കരയണ്ടേ? അവരെ കൂടെ കരയണ്ടേ? കരച്ചിൽ നിർത്താൻ പറ്റുമോ? കരഞ്ഞു അവിടെ ഇരുന്നു. ഇനി ഓരോ പുതിയ അതിഥി വരുമ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അയ്യോ അദ്ദേഹം ഓ കരയുന്നില്ലട്ടോ, ഒരു സങ്കടം ഇല്ലട്ടോ, ഇത് പറയില്ലേ? എന്നാ അവസ്ഥ ആലോചിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ചു ഇല്ലേ? മന്ത്രിമാർ വരെ കരയും. വന്നിട്ട് മന്ത്രിമാർ വരെ കരയുന്ന അവസ്ഥയാണ്. എന്തിനീ കരയണേ? നമ്മളൊക്കെ വിചാരിക്കും മരിച്ച രക്ഷപ്പെട്ടല്ലോ ദൈവമേ എന്ന് വിചാരിക്കുന്നിടത്താണ് കരച്ചിൽ കൊണ്ടുവരുന്നത് അല്ലേ? ആരാ മരിച്ച് രക്ഷപ്പെടാത്ത ആൾക്കാർ? എല്ലാവരും രക്ഷപ്പെടും. ഓക്കെ, അതിൽ പോണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ മനസ്സിനെ ശാന്തമാക്കാനും സുസ്ഥിരമാക്കാനും നമ്മൾ ചെയ്യുന്ന നമുക്ക് പറ്റാവുന്ന രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. മനസ്സിനെ നമുക്ക് വേണ്ട രീതിയിൽ സ്വാന്തനപ്പെടുത്താനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ സ്വസ്ഥമാക്കാനും സുസ്ഥിരമാക്കാനും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, നമ്മൾ ഡെയിലി രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സ് ഭയങ്കര കൂളാണ്. മെഡിറ്റേഷനും അഫർമേഷൻസും അത്രയും എഫക്റ്റീവാണ് സംഭവത്തിൽ. 100% റിസൾട്ടാണ്. ആർക്കും അതിൽ റിസൾട്ട് ഇല്ലാത്തതില്ല. ആർക്കും പ്രത്യേകിച്ച് വലിയ ചെലവും ഇല്ല അതിന്. നിങ്ങളെല്ലാവരും പൈസ തന്നിട്ട് തന്നെ എന്റെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം. ശ്വാസോച്ഛ്വാസം, അഫർമേഷൻസും ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. കാശ് തന്നേക്കിൽ ഇങ്ങോട്ട് വന്നാൽ കുറച്ചും കൂടി അനുഭൂതി കൂടി തരാം. ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതാണ്. അപ്പൊ വളരെ ശ്രദ്ധ. ഓരോ ദിവസം തുടങ്ങുമ്പോഴും എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു അഫർമേഷനോട് കൂടി, എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു അഫർമേഷനോട് കൂടി നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഇതെല്ലാം താൽക്കാലികമാണ്, ഞാൻ ഇതിന് നല്ലൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ള അഫർമേഷൻ പറഞ്ഞു നോക്കൂ. വളരെ ലളിതമാണ്. എന്ത് പ്രതിസന്ധി വന്നോട്ടെ, വരണം. പ്രതിസന്ധി ഇല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയില്ല എന്നറിയാം. പ്രതിസന്ധി ഉണ്ടാവണം. അപ്പൊ എന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു അഫർമേഷനും, അതോടൊപ്പം തന്നെ ഇതെല്ലാം എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും പറയുക, ഇതെല്ലാം താൽക്കാലികമാണ്, ഞാൻ ഇതിന് നല്ലൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളത്. അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും മടി കാണിക്കണ്ട. ഏത് ദിവസം ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ ദിവസം ഭംഗിയാക്കി തന്നതിന് നന്ദി, നന്ദി, നന്ദി എന്ന് പറയാം. എത്ര പേർക്ക് അത് പറയാൻ ഓർമ്മയുണ്ടാവുന്നു? ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി. വളരെ ലളിതമാണ്. ഇതെല്ലാം നമ്മുടെ തോട്ട്സിന് നൽകുന്ന, നമ്മുടെ ബ്രെയിനിലേക്ക് നൽകുന്ന ഇൻഫർമേഷൻസ് എത്ര കറക്റ്റ് ആയിരിക്കും? എന്ത് മാറ്റം ഉണ്ടാവുന്ന അറിയോ? എന്നും പറഞ്ഞ മാറ്റം അവിടെ ഉണ്ട്, സന്തോഷം ഉണ്ടാവും. പറയുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇനി നാലാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ അവസാനിപ്പിക്കാം. നമുക്ക് ഏതൊരു കാര്യത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ, ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് ഒരു സാധനം കൃത്യമായി വേണം. അതിന്റെ പേരാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് ഒന്നിനെയും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 21 ദിവസത്തെയും 90 ദിവസത്തെയും പരിപാടി വേണമെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചു, സാറേ ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്താൽ മതി, 21 ദിവസം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാനൊരു തമാശക്ക് രൂപേണ ഞാൻ അതിൽ എടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ചോദിച്ചാൽ സീരിയസ് ആയിട്ട് ചോദിച്ചത്.
അല്ലെ ബാക്കിയുള്ള സമയം ഒരു 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 ദിവസം എനിക്ക് സമയമുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതല്ല, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എവറി ഡേ ആക്ഷൻ, അനുദിനം ചെറുതായി മുന്നേറുക എന്ന് പറയും. മനസ്സിലെ വലിയ മാറ്റങ്ങൾ തൽക്ഷണം പ്രതീക്ഷിക്കാതെ ചെറിയ ലക്ഷ്യങ്ങളിലൂടെ മനസ്സിനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുപോകണം. ആരും ജനിച്ചെന്ന് മുതൽ നടക്കാൻ തുടങ്ങിയിട്ടില്ല, നടക്കാൻ പഠിച്ചിട്ടില്ല. പതുക്കെ 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 പതുക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഒരു നല്ല ശീലം രൂപപ്പെടുത്താൻ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് മിനിറ്റുകൾ മാറ്റിവെച്ചാൽ മാത്രം മതിയാകും. എപ്പോഴും സ്വന്തം നില നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താണ് മനസ്സിലിരിക്കുന്നത്, ഇപ്പോൾ എന്റെ അവസ്ഥ എന്താണ്, സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ കൺസിസ്റ്റൻസി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോൾ എന്റെ മാനസികാവസ്ഥ എന്താണ് അത് അറിയുക, അത് അംഗീകരിക്കുക. അത് അംഗീകരിച്ചുകൊണ്ട്, അറിഞ്ഞിട്ട് അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ റെക്കോർഡിങ് ചെയ്തില്ലേ, ചെയ്തല്ലേ? നമ്മുടെ ഈ സാധനം റെക്കോർഡിങ് പ്രസ്സാക്കിയില്ലല്ലേ? കണ്ടല്ലോ. അപ്പോ ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ട് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ, നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പോസിറ്റീവ് ചിന്തകളും അഫർമേഷൻസും കൊണ്ട് നിറക്കുക ദിവസവും. നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഒന്നും നേടാനില്ലെങ്കിൽ പിന്നെ പോസിറ്റീവ് ചെയ്യാവുന്നല്ലോ, ഒരു കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മറ്റുള്ളവരെ നിരന്തരം വിമർശിക്കുന്ന സ്വഭാവം മാറ്റി വെക്കന്നെ വേണം. അങ്ങനെ നിരന്തരം മാറ്റിവെക്കുന്നതിലൂടെ ഒറ്റയടിക്ക് പറ്റില്ലായിരിക്കും. ആദ്യം ഒരു 10% കുറക്കും, പിന്നെ അടുത്തൊരു 10% കുറക്കും. ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. ഇന്നൊരാൾ എനിക്ക് അയച്ച വോയിസ് മെസ്സേജില് ആദ്യം 5 മിനിറ്റ് ഭയങ്കര പരാതിയോട് പരാതി പറഞ്ഞിട്ട്, സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. തൊട്ടടുത്ത് കഴിഞ്ഞു, അയ്യോ അത് പറയാൻ പാടില്ലായിരുന്നു അല്ലേ. അവിടെ തുടങ്ങി നിങ്ങളുടെ മാറ്റം. ആദ്യം ഒന്നും പറഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ അത് മറിയരുതായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 10% മാറി. അടുത്ത ടൈമിൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളെ ആദ്യം ഒരു വോയിസ് നോട്ടായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാറുണ്ട്. എന്നിട്ട് അത് നിങ്ങൾ കേൾക്കൂ. ഞാനൊക്കെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തെടുത്തത്. ഞാൻ ആരോടും പറയാനുള്ള കാര്യം ആദ്യം റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞാൻ കേട്ടു നോക്കും. എന്നിട്ട് എനിക്ക് മാറ്റപ്പെടുത്താനുള്ള മാറ്റപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ അയക്കുള്ളൂ. അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് മാറ്റം ഉണ്ടാകുന്നു, എനിക്ക് വന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അതിനെ കുറച്ചു കുറച്ചായിട്ട് മാറ്റുമ്പോൾ 20%, 30%, 40%, അങ്ങനെ ഒരു 10 ദിവസത്തെ കണ്ടിന്യൂസ് പ്രോസസ് കൊണ്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാം സാധ്യമാകും. നമ്മളെപ്പോഴും ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ പഠിപ്പിക്കും, പറയുന്ന കാര്യമുണ്ട്. 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ, ചെയ്യണ്ട, 5 മിനിറ്റ് ചെയ്തോളൂ. പിറ്റേ ദിവസം 5 മിനിറ്റും 5 മിനിറ്റും ചെയ്യുക, 10 മിനിറ്റ്. പിന്നെ 10 മിനിറ്റ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ 20 മിനിറ്റ് ആക്കുക, 30 മിനിറ്റ് ആക്കുക, 40 മിനിറ്റ് ആക്കുക. ഇത് ബോഡിയുടെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ഇങ്ങനെ തന്നെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിനെ ശരിയായ ദിശയിൽ സമയമെടുത്ത് സ്ഥിരതയോടെ പരിശീലിപ്പിച്ചാൽ നാം എന്തും കൈവരിക്കാൻ കഴിയും എന്നുള്ള ബോധത്തോടു കൂടി, നമുക്ക് എന്തും കൈവരിക്കാൻ കഴിയും എന്നുള്ള ബോധത്തോടു കൂടി മനസ്സിനെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കൂടുതൽ പഠിക്കണമെങ്കിൽ കയറി വന്നോളൂ. ജേർണി ടു ഹാപ്പിനെസ്സിലൊക്കെ ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ട്, പുസ്തകത്തിലുണ്ട്, അവർക്ക് വേണ്ടി പറയും പുസ്തകത്തിൽ ഇത് എങ്ങനെയാണ് പാകപ്പെടുത്തുന്നത്, എന്താണ് ഓരോ വ്യക്തികൾ ചെയ്തത് എന്നൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ എന്താ വേണ്ട വെച്ചാൽ അതെല്ലാം സാധ്യമാകും. അതിനനുസരിച്ച് ആ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ജേർണി ടു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇതൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ജേർണി ടു ഹാപ്പിനെസ് നെക്സ്റ്റ്, അതിന്റെ അടുത്ത തലമായി ജേർണി ടു സക്സസ്, ജേർണി ടു ഹാപ്പിനെസ് പഠിച്ച ആൾക്കാർക്ക് ശേഷം അതിന്റെ തുടർ ക്ലാസ് ആയിട്ട് ജേർണി ടു സക്സസ് എന്ന ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിലും ഇതുപോലെ തന്നെ ഫസ്റ്റ് ജേർണി ഇത് കഴിഞ്ഞ് പഠിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ആൾക്കാർ അടുത്ത തലത്തിലേക്ക് ഗോൾ സെറ്റിംഗ് ചെയ്ത് അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ക്ലാസ് ആണ്, അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഇതുപോലെ തന്നെ 2020 മെഡിറ്റേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ക്ലാസ്സുകളെ പറ്റി ഒന്നും ഞാൻ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്നും എന്റെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം എന്റെ ഉണ്ട്. ഒരു സാധനം എന്റെ ഇല്ല. അതെന്താന്ന് പറയാമോ? നിങ്ങൾക്ക് വേണ്ട കോഴ്സ് നിങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടി സകല സാധനം ഞാൻ ഇവിടെ തരാം. അതിൽ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. ബാക്കിയെല്ലാം ഞാൻ തരാം. അല്ല, ക്യാഷ് ഇല്ലെങ്കിൽ ഞാൻ തരും. ക്യാഷ് നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ് തരും. യെസ്, മൈൻഡ്, മനസ്സ് നിങ്ങളുടേതാണ്. അത് ഞാൻ തരില്ല. അത് എന്റെ ഇല്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങും. അത്ര മാത്രമേ. മനസ്സ് നിങ്ങൾ വേണം. ക്യാഷ് ഒന്നും വലിയ വിഷയമല്ല. ക്യാഷ് ഉണ്ടോ ക്യാഷിലൊന്നും വിഷയമല്ല. മനസ്സുണ്ടാക്കുക, വരിക, പഠിക്കുക, മാറ്റം ഉണ്ടാക്കുക. മാറ്റം ഉണ്ടാക്കുമ്പോൾ അടുത്ത തലമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കുക. എന്നിട്ട് അടുത്ത മാറ്റത്തിന് വേണ്ടി കുറച്ച് കാശ് എനിക്ക് തരിക. അങ്ങനെ പോയാൽ മതി. അല്ലേ? സന്തോഷത്തോടെ. വെറുതെ നിങ്ങൾ കാശ് ഇവിടുന്ന് മനസ്സ് മാറ്റിയിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് കാശ് കുറച്ച് എനിക്ക് തന്നിട്ട് അടുത്ത ഭാഷയിലേക്ക് പോയാൽ മതി. ഓക്കെ, സന്തോഷത്തോടും. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഇന്ന് സംസാരിക്കാം. താങ്ക് യു. നന്ദി, നമസ്കാരം. യെസ്, അൺമ്യൂട്ട് ചെയ്തോളൂ. കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്തോളൂ. ഡാനിൽ. ഒരാൾ ബബിതാനിൽ മാത്രം. സാർ, മോള് നെറ്റ് എക്സാം പാസ്സായി. ഒരുപാട് യൂണിവേഴ്സിന് താങ്ക്സ്, സാറിന് താങ്ക്സ്. അത് അവർക്ക് സംസാരിക്കണം സാറിനോട്. എവിടെ വിളിക്ക്. ഹലോ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ക്രാക്ക് ചെയ്തല്ലേ? ക്രാക്ക് ചെയ്തു. വെരി ഗുഡ്. അപ്രീഷിയേറ്റ്. എന്താ ഗിഫ്റ്റ് എന്താ തന്ന അമ്മ? ഒന്നും തന്നില്ല. അത് മേടിച്ചോളൂ. അത് കയ്യോടെ മേടിച്ചോളൂ. ഒരു പരിപാടിയില്ല. അത് കയ്യോടെ മേടിച്ചോളൂ ഇപ്പൊ തന്നെ. ഇനി അഭിനന്ദനങ്ങൾ എല്ലാവരും, അങ്കിളുടെയും ഫാമിലിയുടെയും എല്ലാവരും അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പൊ അടുത്ത പരിപാടിയായിട്ട് മുമ്പോട്ട് പോയി. പിന്നെ അറിയാലോ, ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. കാശ് മാത്രം മേടിക്കുന്ന ഡോക്ടർ ആവരുത്. ഓക്കെ, ശരി. സന്തോഷം. താങ്ക് യു. പറഞ്ഞോളൂ. അടുത്ത ആൾ പറഞ്ഞോ. ഇനി ആരാ നേരത്തെ പറഞ്ഞ? മേരി പീറ്റർ. പറഞ്ഞോ. അല്ല, അൺമ്യൂട്ട് ചെയ്യണം. അതിപ്പോ എനിക്ക് പറ്റില്ല. നമസ്കാരം. ഈ നിമിഷത്തിലും ഈ ദിവസത്തിലെ സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഞാൻ കുറെ മാസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. കാരണം യൂട്യൂബിൽ പലരുടെ ശബ്ദം കേൾക്കാറുണ്ട്. പക്ഷെ സാറിന്റെ ശബ്ദം ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോ ഇന്ന് ക്ലാസ് ഞാൻ കേട്ട് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമീൻ. താങ്ക് യു. ശൈലജ പറഞ്ഞു. സാറ്, ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. ഞാന് തൃശ്ശൂർ പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരു അനുഗ്രഹം വേണം. കാരണം ആ സമയത്ത് എനിക്ക് മോളുടെ ഡെലിവറി ഡേറ്റ് കൂടി പറഞ്ഞിരിക്കുകയാണ്. 10-നും 15-നും ഇടയ്ക്കാണ് അവളുടെ ഡേറ്റ്. അപ്പൊ അതിന് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹത്തിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സാറിന്റെ അനുഗ്രഹം വേണം എനിക്ക്. തീർച്ചയായിട്ടും വരൂ കേട്ടോ. വരൂ എന്തായാലും കേട്ടോ. 6-ാം തീയതി അല്ലേ നമ്മുടെ പ്രോഗ്രാം? 6-ാം തീയതി അല്ലേ? തിരിച്ച് ചെല്ലാവുന്ന. മകള് നാട്ടിലുള്ള, ഗുജറാത്തിലുള്ള? മോള് ഇവിടെ പഠിച്ചത്, കെട്ടിച്ചയച്ചത് ഗുരുവായൂർക്കാണ്. ഗുരുവായൂർ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അടുത്ത 6-ാം തീയതി വന്നാൽ പിന്നെ അവിടെ തന്നെ നിൽക്കാമല്ലോ. തിരിച്ചു പോണ്ടല്ലോ. ഇല്ല. ഞാൻ 1-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വരാനൊക്കെ ഉണ്ടുള്ളതും പിന്നെ സാറിന്റെ ക്ലാസ് കയറാനുള്ളതും ഇന്നലെ ബുക്ക് ചെയ്തു. ഞാൻ മാമിനെ വിളിച്ചു. സന്തോഷം. കാണാം. ഒറ്റയ്ക്കുള്ളൂ? 2 പേരുണ്ടോ? ഒറ്റയ്ക്കാണോ? 2 ആൾക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചിലപ്പം ആൾക്ക് ലീവിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ വരില്ല. ഇല്ലെങ്കിൽ ഞാനും മരുമോനെ കൂടിയിട്ട് വരും അവിടെ. ഒന്നേ ഹസ്ബൻഡും ഞാനവിടെ വരും. അഥവാ ഹസ്ബൻഡ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനും മോനും. ഹസ്ബൻഡ് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്നോളൂ. കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ലീവ് കിട്ടിക്കോളും. പ്രശ്നമല്ല. അതിന് വഴി ഉണ്ടാക്കാം. ഓക്കെ സാർ. ഉണ്ടായാൽ മതി. ലീവിന്റെ കാര്യം നിങ്ങൾ വിട്ടേ. ലീവ് ടിക്കറ്റ് 2 ആൾക്കും എടുത്തിട്ടുണ്ട്. കാരണം ജൂലൈയില് ആളിന്റെ അനിയന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ ഒരു വർഷത്തിൽ 2 ലീവ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനില് ആളിങ്ങനെ പറഞ്ഞു, നീ പോയിട്ട് വാ, പിന്നെ പോകാം. അതൊക്കെ സംഭവിക്കാനല്ലേ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ സാർ. ഓക്കെ. കാരണം ഇതിൽ ആഗ്രഹം സാറിന്റെ നമുക്ക് ഞാൻ അനുഗ്രഹം. പറഞ്ഞില്ലേ, മനസ്സ് നമ്മുടെ ഉണ്ടാവണം. മനസ്സുണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. മനസ്സില്ലാതെ പറ്റില്ല. അത് അല്ല സാറേ, ഞാൻ ആദ്യം 7th ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു വേണ്ട നമ്മ 1-ാം തീയതി ടിക്കറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ദൈവത്തിന്റെ അനുഗ്രഹവും സാറിന്റെ അനുഗ്രഹവും എനിക്ക് അവിടെ എത്തിപ്പെടാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ആയിരിക്കും അത് 1-ാം തീയതി ടിക്കറ്റ്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. യെസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. അടുത്ത ആരും? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. കണ്ണൻ സംസാരിച്ചോ, അത് കഴിഞ്ഞിട്ട് മറ്റാരും സംസാരിക്കും. ആക്ച്വലി ഞങ്ങളിപ്പോ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാ സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടതെന്നുള്ളത് അറിഞ്ഞൂടാ. ക്ലാസിന്റെ കാര്യം, മെഡിറ്റേഷനും അതെല്ലാം ക്ലാസിന്റെയും എല്ലാത്തിന്റെയും ഈ ഈവനിങ് സെഷൻ ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും ഫ്രീ ആണ്. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റേ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളാണെങ്കിൽ ആപ്പിൽ അവിടെയാണ് ക്ലാസ് ഉള്ളത്. രാവിലെ മെഡിറ്റേഷൻ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കാണ്, ഇന്ത്യൻ സമയം 5:30 മണിക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ഉണ്ടാവും. മെഡിറ്റേഷൻ അഫർമേഷൻസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു മെഡിറ്റേഷൻ ഇപ്പോൾ ഉണ്ട്. UAE-യിലുള്ളവർക്കും അത് ഗൾഫ് രാജ്യങ്ങളിലും ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ സെഷൻ ഉണ്ട്. UAE സമയം 7 മണിക്ക്, നാട്ടിൽ 8:30 മണിക്ക്. ഇതാണ് ഫസ്റ്റ് രാവിലെ ഇതാണ് നമ്മൾ രാവിലത്തെ തുടക്കം. പിന്നെ കുറെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി ആപ്പിലൂടെയും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ക്ലാസ് വെച്ച് ലൈവും ഉണ്ടാവും. കുറെ ക്ലാസ്സുകൾ നമുക്കുണ്ട്. ജേർണി ടു ഹാപ്പിനെസ്, ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ, 10 സീക്രട്ട് ഓഫ് മണി, അങ്ങനെ പിന്നെ ഇത് ചെറിയ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ, അങ്ങനെ വാട്സപ്പിലൂടെ ക്ലാസ്സുകൾ, 10 സീക്രട്ട് ഓഫ് മണി, പിന്നെ നമ്മുടെ അങ്ങനെ കുറെ ക്ലാസ്സുകൾ നമുക്കുണ്ട്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കേണ്ട കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്. അതാണ് നമ്മുടെ അതിലാണ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോ ക്ലാസ്സുകൾ അതിന്റെ റിസൾട്ട് ആണ്. അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് അത് 5,999 ആണ് കോഴ്സ് ഫീസ് ഉള്ളത്. അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 2 മാസം മെഡിറ്റേഷൻ ഫ്രീ ഉണ്ടാവും കൂടെ. എന്നിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, മൈൻഡിൽ പ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും അതിനകത്ത് പിന്നെ പോവാം. ആദ്യം വേണ്ടത് അതാണ് ഫസ്റ്റത്തെ കാര്യം. അത് ആപ്പിലൂടെയാണ് ആ കോഴ്സ് വരുന്നത്. ആപ്പിലൂടെയാണ്. നിങ്ങളുടെ സമയത്ത് കേൾക്കാം. ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സമയം കിട്ടുന്ന അനുസരിച്ച് കേട്ടോണ്ടേയിരിക്കാം. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു. യെസ്, മായ പറഞ്ഞു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മായ. സാർ, സാറിന്റെ ക്ലാസ് കേട്ട് ഞാൻ 2-3 പ്രാവശ്യം സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ എഴുതി വെച്ച് ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും തന്നെ എൻ്റെ ഒരുവിധ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലും അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, അതുപോലെ നടക്കുന്നു സാറ്. ഇപ്പം പിന്നെ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ അടുത്തേ ഞാനിപ്പം പോലില്ല. എൻ്റെ വായിന്ന് ഒരു വാക്ക് പോലും ഇപ്പം നെഗറ്റീവ് വരലില്ല. അതാണ് യഥാർത്ഥ സത്യമായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ എനിക്ക് പൈസ, ഹസ്ബൻഡിന്റെ ബിസിനസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഞാനായിരുന്നില്ല കൈകാര്യം ചെയ്തിരുന്നത്, എൻ്റെ അടുത്തായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാനാണ് അത് മിക്കവാറും നോക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു നാട്ടിലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സാറിന്റെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. പിന്നെ സാറ് റിയാദില്, സൗദിയിൽ ക്ലാസ് നടത്താൻ സാർ ഉദ്ദേശിക്കുന്നുണ്ടോ? റെഡിയാണ്. പക്ഷെ ആൾക്കാർ അവിടുന്ന് നമുക്ക് UAE, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആൾക്കാർ കുറവാണ്. കാരണം മിഡിൽ ഈസ്റ്റിലേക്ക് വേണ്ടി നമ്മൾ ടൈമൊക്കെ മാറ്റി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് വേണ്ടി മാത്രം ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ സാറേ. നല്ല പിന്നെ ഞാൻ ഏഞ്ചൽ നമ്പർ സാറേ, ഞാൻ വണ്ടിയിൽ പോകുമ്പോ ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് കണ്ടോണ്ടിരിക്കുന്നു. 00 കാണുന്നു, 4444 കാണുന്നു. അപ്പൊ ഇങ്ങനെ ഏഞ്ചൽ നമ്പർ കണ്ടോണ്ടിരിക്കുമ്പോ ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് മക്കൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വരുന്ന കാര്യങ്ങൾ ഓരോന്ന് സാധിച്ചു വരുന്നത് കണ്ടിട്ട് അവർക്കും പൂർണ്ണമായിട്ട് ഇതിൽ വിശ്വാസം വന്നു. അപ്പൊ എൻ്റെ അടുത്ത് മക്കൾ ചോദിച്ചു, അമ്മ ഇത് എന്തൊരു മാജിക് ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മാജിക് അല്ല മോളെ, ഇത് ഒരു ലോജിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ അറിവുകൾ വെച്ച് നമ്മൾ അതേപോലെ പിന്തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കുന്നവർ. ഇപ്പൊ എൻ്റെ മക്കളും എക്സാമിന് പോകുമ്പോഴൊക്കെ 1-2 കയ്യിൽ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എങ്ങനെ സാറിനോട് നന്ദി പറയണം എന്ന് എനിക്ക് അറിയില്ല സാറേ.
ഇത് ദൈവത്തിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴും സാറിന് വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. താങ്ക് യു താങ്ക് എനിക്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സ- വെരി മച്ച് താങ്ക് യു വെരി മച്ച്. പക്ഷേ അല്ല, ഒരു സാറേ കുടുംബത്തിൽ ഏഞ്ചൽ എന്നെ നമ്പർ ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന കുടുംബത്തോടെ മാറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യം. കുടുംബത്തോടെ മാറ്റമുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. ആദ്യമൊക്കെ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ കളിയാക്കൻ ഹസ്ബൻഡിന് ഒരു ചിരി ഉണ്ടായിരുന്നു ഞാനിത് പറയുമ്പോൾ. പിന്നെ പിന്നെ പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിനും വന്നു തുടങ്ങി. സാറേ പക്ഷെ ഏഞ്ചൽ നമ്പർ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏഞ്ചൽ നമ്പറിന്റെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ, ഓ ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ഒരാൾക്കും കൂടി സംസാരിക്കാം നമ്മുടെ ക്ലാസ്സിൽ. എനിക്ക് ബിസിനസ് ക്ലാസ്സിന്റെ സമയമായി. ഇത് കഴിഞ്ഞ് ബിസിനസ് ക്ലാസ് ഉണ്ട്, അതിലേക്ക് പോകണം. എന്താ ശൈലജ എന്താ പറയാൻ പറഞ്ഞില്ല? ശൈലജ പറഞ്ഞല്ലേ? സ്നേഹ പ്രവീൺ എന്താ ഞാൻ പറയുക? സർ നമസ്തേ, സ്നേഹജ പ്രവീൺ. സ്നേഹജ പ്രവീൺ. നമസ്തേ സർ. ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കുറച്ച് സമയമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അതും യൂട്യൂബിനകത്ത് സാർ 3-4 months ബാക്ക് ഇട്ടിരുന്ന അത് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് കഴിഞ്ഞ മാസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്റെ പ്രൊഫഷൻ പാട്ടാണ്. ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം എന്റെ ഒരു പെർഫോമൻസിൽ ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നാട്ടിൽ ഒത്തിരി പ്രോഗ്രാം റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ബാംഗ്ലൂർ വന്നതിന് ശേഷം ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു. ഞാൻ സാറിന്റെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. ലാസ്റ്റ് മന്ത് എന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാർ ചില കാര്യങ്ങൾ എനിക്ക് ഒന്നും അറിയില്ല. കുറച്ച് കണ്ടതിൽ നിന്ന് മാത്രം ഞാൻ ഐ എം വെരി കോൺഫിഡൻറ്റ്. സാർ എതിലോ പറഞ്ഞിട്ട് എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ അതാണ് ഈ ഷോയിൽ ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം എനിക്ക് ഈ ഷോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. കാരണം ഒരു 2.5 hours എൻ്റെ ഇൻഡിവിജ്വൽ ഷോ ആയിരുന്നു. ഒരു 20 songs ഞാൻ മാത്രം പാടേണ്ട പാട്ടുകളുണ്ടായിരുന്നു. അതായത് പഴയ ഗാനങ്ങളായിരുന്നു. കോഴിക്കോടിന് ഇഷ്ടപ്പെടുന്ന പഴയ 60-70s മലയാളം സിനിമ ഗാനങ്ങളായിരുന്നു. ദക്ഷിണാമൂർത്തി സാർ, അർജുനൻ മാസ്റ്റർ, ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ട്രിബ്യൂട്ട് ആയിരുന്നു. ഈ പാട്ടുകൾ ഞാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യും എന്നുള്ള. അപ്പൊ ഞാൻ ഇത് ഓരോ സോങ് കഴിയുമ്പം ഐ ക്യാൻ ഡു ദിസ്, ഐ എം വെരി കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രോഗ്രാമിനെ ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തു. സർ താങ്ക് യു സോ മച്ച്. സാറിന് എപ്പോഴും വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. അപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോ ആദ്യം ഒരു ഗായികയെ അന്വേഷിച്ചത് വെറുതെ അല്ല, നിങ്ങളെ അല്ലേ? നിങ്ങളുടെ അപ്പൊ അല്ല, ഞാൻ ഗായികയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പാടിയിട്ടില്ല. ഞാൻ അത് സാർ പറയുമ്പോഴാണ് ഞാൻ ഓൺ ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാനല്ല പാടിയതെന്ന് ഒന്നും പറയാതിരുന്നത്. മറ്റാരോ ആണ് പാടിയത്, ഞാനല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ റിയാക്ട് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, എനിക്ക് ഇന്നേ വരെ ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പാട്ടുകാരിയുണ്ട്, പാട്ട് പാടുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവരൊന്ന് ഓർത്ത് നോക്കി. ഇന്നേ വരെ ആരെങ്കിലും ഞാൻ ഇവിടെ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, സാർ ഓൺ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നു, അതിനിടയിൽ ആരോ പാടുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാനല്ലായിരുന്നു. അത് ശരിയാണ്. പക്ഷെ രണ്ടാമത് ഞാൻ പാടാൻ വേണ്ടി സ്ട്രെസ് ചെയ്തിട്ടില്ല. ഇന്നേ ഒരു ഒറ്റ ക്ലാസ്സിൽ പോലും ഒരാളോട് നിങ്ങൾ ആരെങ്കിലും പാടുന്നുണ്ടോ ചോദിച്ചിട്ടില്ല. അതെനിക്ക് മനസ്സിലായില്ല സാർ, അതെനിക്ക് മനസ്സിലായില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പാടാം. സ്നേഹജ പ്രവീൺ. എനിക്ക് ഒരു വീഡിയോ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി എന്നെ കാണിക്കാൻ പറ്റുമോ? ഒന്ന് ഓണാക്കിയോ വീഡിയോ? അവിടെ നിന്ന് ഓണാക്കിയോ? ഓൺ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഏതാണ് മേഖല? ക്ലാസിക്കൽ ആണോ സെമി ക്ലാസിക്കൽ? ഞാൻ ബേസിക്കലി കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ആണ് എന്റെ ബേസിക്. ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എക്സാം ഒക്കെ എഴുതിപ്പിക്കും, മ്യൂസിക് എക്സാം, കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്. പക്ഷെ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ഞാൻ പാടും. ചെറിയ കുട്ടികളെ പഠിപ്പിക്കോ? കുറച്ച് വലിയ കുട്ടികളെ പഠിപ്പിക്കോ? എല്ലാരും പഠിപ്പിക്കും. 6 years തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സർ. അല്ല, പഠിപ്പിക്കുന്നത് വയസ്സായാലും പഠിപ്പിക്കുന്നുണ്ട്. വയസ്സായാലും പഠിപ്പിക്കണ്ട. ഞാൻ അതിന് ചെറിയ കുട്ടികൾ, കുറച്ച് വലിയ കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത കാര്യം കേട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്ക് ആകെ ഞാൻ കൈവെക്കാത്ത ഒരു മേഖല അതാണ് പാട്ട്. അതും കൂടി പഠിച്ച ക്ലിയർ. തീർച്ചയായിട്ടും സർ, ഐ വിൽ ട്രൈ. താങ്ക് യു. തൃശ്ശൂരിൽ വരാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സർ. ഞാൻ മാഡത്തിനോട് അത് വാട്സപ്പ് വഴി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ
അയച്ചേണ്ട, താങ്ക് യു നിങ്ങൾ തൃശ്ശൂർ വരികയും ചെയ്യും, നമ്മളൊരു പാട്ട് പാടുകയും ചെയ്യും. താങ്ക് യു സർ. ഭയങ്കര സുന്ദരനാട്ടോ. അത് താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ കാര്യമല്ലേ. സർ എങ്ങനെ ഈ സ്കിന്നിനൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നെന്ന് മനസ്സിലായില്ല. അതിന്റെ ടിപ്സ് അത് പറഞ്ഞു തന്ന പ്രസാദ് സാറൊക്കെ ഇപ്പൊ അത് കോപ്പി അടിക്കും. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നു. പ്രസാദ് സാർ, എ കെ കുമാർ സാർ, പ്രസാദ് സാർ സന്തോഷകത ഇങ്ങനെ കണ്ട് നോട്ടം വെച്ചിരിക്കണം, എങ്ങനെ കോപ്പി അടിക്കണം. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നു. എന്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലെ മ്യൂസിക് ഡയറക്ടറാണ് സർ. ಕನ್ನಡಿಗയാണ്, ಮಲಯಾಳಿಯಲ್ಲ. ಹೌದು. ನೀವು ಕನ್ನಡ ಮಾತಾಡ್ತೀರಾ? ನಾನು ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತೀನಿ ಕನ್ನಡ. ಓ ಸರಿ, ಬ್ಯಾಂಗ್ಳೂರ್ ಕನ್ನಡ ಮಾತಾಡ್ತಿರೋದೇ. ಓಕೆ. ನಮ್ಮ ಇಲ್ಲಿ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಇದೆ, ನಮ್ಮ ಕ್ಲಾಸಲ್ಲಿ ತುಂಬಾ ಜನ ಇದೆ. ಸ್ಮಿತಾ ಇದೆ, ತುಂಬಾ ಜನ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಈ ತರ ಕ್ಲಾಸಸ್ ಎಲ್ಲ ಕಂಡಕ್ಟ್ ಮಾಡಲ್ವಾ? ಇಷ್ಟು ಶುರು ಆಗ್ಲಿಲ್ಲ, ನೋಡುವ, ಜನ ಇದ್ದಿದ್ರೆ ನೋಡುವ. ಮಲಯಾಳಿ ಅಸೋಸಿಯೇಷನ್ ತುಂಬಾ ಇದೆ ಇಲ್ಲಿ. ಮಲಯಾಳಿ ಅಸೋಸಿಯೇಷನ್ ಇದೆ, ನಾನು ಇಷ್ಟೊಂದು ಗೊತ್ತಿಲ್ಲ, ಟ್ರೈ ಮಾಡ್ಲಿಲ್ಲ, ನೋಡುವ ನೆಕ್ಸ್ಟ್. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ ഒന്നുമില്ല, ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം. ആരുമില്ല അത്യാവശ്യം? ഞാൻ പോട്ടെ, ക്ലാസ്സിൽ പോട്ടെ. എനിക്ക് പറഞ്ഞോ. സർ, ഞാൻ തൃശ്ശൂർ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടില്ല, ഉടനെ ചെയ്യും. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. പിന്നെ സാറിന് വേണ്ടി ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം ചെയ്തു, അതും സന്തോഷം. സാറ്, ഞാനൊരു മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്തു. സാറിന് മൃത്യുയില്ലാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. സന്തോഷം. എന്റെ പേര് അല്ലല്ല, ചേട്ടന്റെ പേരെന്താ? കൊച്ചുമോൻ. ഓ, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ നെയിം. ആർട്ടിസ്റ്റാണ്. വരക്കോ? സാറേ, കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് ആണ്, എക്സിബിഷൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്. ഓ, അത് ശരി. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. തൃശ്ശൂർ പൂരം ഞങ്ങളുടെയാണ്. പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഈ കൊച്ചുമോനാണ്. നമ്മളെന്ത് പറഞ്ഞു? കുമാർ സാറേ, നമ്മള് തൃശ്ശൂർ പൂരത്തിന്റെ പരിപാടി, തൃശ്ശൂരിന്റെ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ പത്മിനി മാമിനെ ചേർത്തോട് കൂടെ. കാരണം അവിടെ അടുത്താണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ അടുത്തല്ലേ? തൃശ്ശൂർ അടുത്തല്ലേ നിങ്ങള്? നന്നൊരു ദിവസം പറഞ്ഞിരുന്നു അല്ലേ ക്ലാസ്സിൽ എന്നോട്? അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. കൊച്ചുമോൻ സാറേ, നമസ്കാരം. നമുക്ക് കാണാം കേട്ടോ, തൃശ്ശൂർ. താങ്ക് യു. നന്ദി.